പാറശാല ഷാരോൺ വധക്കേസിൽ കാമുകി ഗ്രീഷ്മയും ഗ്രീഷ്മയുടെ അമ്മാവൻ നിർമ്മലകുമാരൻ നായരും കുറ്റക്കാരെന്ന് കോടതി വിധിച്ചു. അമ്മ സിന്ധുവിനെ തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിട്ടു. പ്രണയത്തിൽ നിന്ന് പിന്മാറാത്തതിനാൽ ജ്യൂസിൽ വിഷം കലർത്തി നൽകി ഷാരോണിനെ കൊന്നുവെന്നാണ് കേസ്. അമൽ തേനുംപറമ്പിൽ വിവരങ്ങളുമായി ചേരുന്നു. അമൽ, കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 3 പേരാണ്, പക്ഷേ അതിൽ ഒരാളെ വെറുതെ വിട്ടിരിക്കുന്നു. ഇനി ഇവർക്ക് ശിക്ഷാവിധി എപ്പോഴാണ് ഉണ്ടാവുക? കടുത്ത ശിക്ഷ തന്നെ ഇവർക്ക് ലഭിക്കും എന്നാണോ നിയമവിദഗ്ധരുടെ അഭിപ്രായം? 2022 മുതൽ തുടങ്ങിയ നിയമപോരാട്ടത്തിനൊടുവിലാണ് ഇന്ന് കോടതി ഷാരോൺ വധക്കേസിലെ ശിക്ഷ വിധിക്കുന്നത്. കേസിലെ 1-ാം പ്രതി ഗ്രീഷ്മ കൊലപാതകമടക്കമുള്ള കുറ്റങ്ങൾ ചെയ്തു എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. 2ാമത്തെ പ്രതി ഗ്രീഷ്മയുടെ അമ്മാവൻ നിർമ്മലകുമാരൻ തെളിവ് നശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു. എന്നാൽ 3-ാം പ്രതിയായിട്ടുള്ള ഗ്രീഷ്മയുടെ അമ്മ സിന്ധുവിനെ കോടതി വെറുതെ വിടുകയാണ്. കൃത്യമായി സിന്ധുവിനെതിരെയുള്ള തെളിവുകൾ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഗ്രീഷ്മയുടെ അമ്മ കൂടി തെളിവ് നശിപ്പിക്കലിന്റെ ഭാഗമായിരുന്നു എന്നുള്ളതായിരുന്നു പ്രോസിക്യൂഷനും അന്വേഷണ ഉദ്യോഗസ്ഥരും എല്ലാം തുടക്കം മുതൽ പറഞ്ഞിരുന്നത്. പക്ഷേ അത് കോടതി അംഗീകരിക്കുന്നില്ല. 3-ാം പ്രതി അമ്മ സിന്ധുവിനെ കോടതി വെറുതെ വിടുന്നു. ഗ്രീഷ്മ ശിക്ഷാവിധി പ്രഖ്യാപിക്കുമ്പോൾ ഈ കേസിലെ ശിക്ഷ പ്രഖ്യാപിക്കുമ്പോൾ ഗ്രീഷ്മയുടെ അമ്മ സിന്ധുവും അമ്മാവനും അച്ഛനും എല്ലാം കോടതിയിലുണ്ടായിരുന്നു. കോടതി വിധി നിർവികാരതയോടെയാണ് ഗ്രീഷ്മ കേട്ടത്. അതിനുശേഷം പുറത്തേക്കിറങ്ങി വലിയ പോലീസ് ബാന്ധവത്തിനുള്ളിലാണ് ഗ്രീഷ്മയെ ഇവിടെ നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റിയിരിക്കുന്നത്. സബ് ജയിലിലേക്കാകും ഇന്ന് കൊണ്ടുപോകുക. വൈദ്യപരിശോധനയ്ക്ക് ശേഷം അവിടേക്ക് കൊണ്ടുപോകുമെന്നാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പലവട്ടം ചോദിച്ചു ഒരു പശ്ചാത്താപമുണ്ടോ എന്നുള്ള കാര്യം. പക്ഷേ ഗ്രീഷ്മ ഒന്നും പ്രതികരിക്കാതെയാണ് മടങ്ങുന്നത്. ഈ കുടുംബം നടത്തിയ ഒരു പോരാട്ടം കൂടി വിജയം കണ്ടു എന്ന് വേണം പറയാൻ. നിർണായകമായി മാറിയ ചില സാക്ഷിമൊഴികളുണ്ട്. റിജിൻ എന്ന് പറയുന്ന ഷാരോണിന്റെ സുഹൃത്ത് നൽകിയ മൊഴി, അതോടൊപ്പം തന്നെ വൈദ്യപരിശോധനയുടെ ഫലങ്ങൾ, അതോടൊപ്പം ഡിജിറ്റൽ എവിഡൻസുകൾ, ഇതെല്ലാം പ്രോസിക്യൂഷന് കോടതിയിൽ കൃത്യമായി ബോധ്യപ്പെടുത്താനായി എന്നുള്ളതാണ്. കോടതി വിധിയിൽ തൃപ്തരാണ് എന്നുള്ളതാണ് ഷാരോണിന്റെ കുടുംബം വ്യക്തമാക്കുന്നത്. ഈ 3-ാം പ്രതിയെ വെറുതെ വിട്ടതുമായി ബന്ധപ്പെട്ട് എങ്ങനെ മുന്നോട്ട് പോകണമെന്ന കാര്യം പ്രോസിക്യൂഷനുമായി കൂടിയാലോചിച്ച ശേഷം തീരുമാനിക്കും എന്നുള്ളതാണ് കുടുംബം എന്തായാലും പറയുന്നത്. നാളെയാകും ഈ കേസിൽ എന്ത് ശിക്ഷയാണ് ഗ്രീഷ്മയുടെ അമ്മാവനും ഉണ്ടാകുക എന്നുള്ള കാര്യം അറിയുക. നാളെ 12 മണിക്ക് ശിക്ഷ പ്രഖ്യാപിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ശരി അമൽ.